80 തുടങ്ങിയിട്ട് 92 ഏറെക്കുറെ ആക്റ്റീവ് ഫേസ് അവസാനിപ്പിച്ചല്ല. ഇപ്പോഴും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? എന്തിനാ അന്ന് നിന്നെങ്കിൽ എനിക്ക് ഒരു ഞാൻ സൂപ്പർ സ്റ്റാർ കുറേ എന്താ പറയാ കുറേ കൂടി വലിയ ഫാൻ ഫോളോയിങ് ഒക്കെ ഉള്ള ഇന്ത്യ മൊത്തം നോക്കുന്ന ഭയങ്കര വലിയ ഞാൻ star ആയിട്ട്. എന്തായിട്ട് കാണും എന്നെ? ഞാൻ എന്തായിത്തീരും? എനിക്ക് ഞാൻ തിരിച്ചൊന്ന് മനസ്സിലായിക്കോട്ടെ. ഞാൻ എന്തായിത്തീരും? ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ എന്താവും മാക്സിമം? എനിക്ക് തോന്നുന്നു കുറേ കൂടി ഇപ്പം മോഹൻലാൽ സാറൊക്കെ അറ്റൈൻ ചെയ്തൊരു ഒരു ഒരു ഫേസ് ഓഫ് കരിയർ ഉണ്ടല്ലോ. നമ്മൾ ഡാൻസും ചെയ്യും, കോമഡിയും ചെയ്യും. അപ്പുറത്ത് ഇപ്പൊ എനിക്കൊന്ന് അവസാനിപ്പിക്കുമ്പോ രുദ്രൻ ചെയ്തോണ്ടിരിക്കല്ലേ, വില്ലനും ചെയ്യും. അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് സാധനം കിട്ടിയാനെ, ഐ മീൻ കിട്ടിയാനെ അത് അവിടെ നിന്നനെ അല്ലേ. ഞാനിപ്പോൾ ചെയ്ത എന്തൊക്കെയാണ് അത് കഴിഞ്ഞ് വിട്ടിട്ട് ഞാൻ നിങ്ങളൊന്ന് ആലോചിക്കുക. ഞാനിപ്പോൾ ചെയ്ത എന്തൊക്കെയാണ്? ഞാനൊരു ഇന്റീരിയർ ഡിസൈനറായിട്ട് സ്റ്റീൽ സ്ട്രക്ചർ ചെയ്ത് എനിക്ക് കൺസ്ട്രക്ഷൻ മാനേജർ ഒരു മാസ്റ്റർ സർട്ടിഫിക്കറ്റ് വേൾഡ് ഫ്രം യൂസ് ചെയ്ത് ഞാൻ അതേപോലെ തന്നെ ഫിലിം ഫെസ്റ്റിവൽസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, ചില പ്രാവശ്യം ചെയ്യുന്നുണ്ട്. എൻ്റെ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്, ദ ഫ്യൂച്ചർ ഓഫ് സിനിമ എന്നുള്ള. എൻ്റെ 2 ബുക്ക് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നുണ്ട് വന്നിട്ടുള്ളത്. അത് വന്നിട്ട് വിഷ്വൽ ലിറ്ററസിയെ കുറിച്ചിട്ടുള്ള ഒരു സാധനം ഞാനിവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു യൂണിഫൈഡ് സ്ക്രീൻ പ്ലേ റൈറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ബുക്ക് വരുന്നുണ്ട്, ന്യൂറോ സയൻസ് ബേസ് ചെയ്തിട്ടുള്ള സംഭവത്തിന്. അപ്പോൾ അത് ഞാൻ അത് ഞാൻ പിന്നെ പറയാം. എൻ്റെ സബ്ജക്റ്റ് അതാണ്. ഓക്കെ, കോഗ്നേറ്റീവ് തിയറിയാണ് ആക്ച്വലി. ഞാൻ അതാണ് സിനിമ പഠിച്ചത് ആക്ച്വലി. ഡേവിഡ് ബോളിനായിരുന്നു ആദ്യം ഈ കോഗ്നേറ്റീവ് തിയറി അമേരിക്കയിൽ കൊണ്ടുവന്നത്. 90s ഞാൻ ഇവിടെ നിന്ന് അപ്പൂസ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ നല്ല ലൈബ്രറി ഉണ്ട് സിനിമ പഠിക്കാൻ, സിനിമ കാണാൻ, സിനിമ വ്യത്യസ്തമായിട്ട് കാണാനായിട്ട്. ഇത്തരം ഒരു മേഖലയിലൂടെ എനിക്ക് സഞ്ചരിക്കാൻ പറ്റുമോ? പറ്റില്ല. യു ഹാവ് ഓൺലി വൺ ലൈഫ്. നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾ എങ്ങനെ എടുക്കണം എന്നുള്ളത്, അല്ലേ? അതെ അതെ, അതാണ്. നിങ്ങൾ കാണുന്ന ഒരു സക്സസ് അല്ല ഞാൻ എൻ്റെ ലൈഫിൽ എന്നെ കാണിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ഒരു കാര്യത്തിനകത്തേക്ക് ഇപ്പോൾ ഞാൻ പറയുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇയാളുടെ തന്നെ ഇയാൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ആ ക്യാമ്പസിൽ ഞാൻ ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ട്, ഇല്ലേ? ഞാൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മുഴുവൻ ഞാൻ കറങ്ങിയിട്ടുണ്ട്. ഫെസ്റ്റിവൽ ഞാൻ അത് കഴിഞ്ഞ ശേഷം ഞാൻ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പിന്നീട് വന്നിട്ടുള്ള ഫിലിം മേക്കിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാരെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. അവർക്ക് എക്യുപ്മെൻ്റ് കൊടുത്ത് അവരെ കൊണ്ട് ഞാൻ സിനിമ എടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതേപോലെ ഇപ്പോൾ വിഷ്വൽ ലിറ്ററസി ഫോർ ഓട്ടിസം. ഞാൻ വിഷ്വൽ ലിറ്ററസി എന്ന് പറയുന്ന എൻ്റെ ഒരു സബ്ജക്റ്റ് ഓട്ടിസം പിള്ളേർക്ക് എങ്ങനെ ഉപയോഗപ്പെടുമായെന്ന് പറഞ്ഞാൽ 3 വർക്ക്ഷോപ്പ് ഞാൻ ഇവിടെ ചെയ്തു. എന്നെക്കൊണ്ട് പറ്റുമോ? വേറെ ആൾ ഞാൻ ഈ ലൈനിൽ കൂടി പോയാൽ പറ്റില്ല. അപ്പോൾ എനിക്ക് എന്തിനാ, ഞാൻ അതിനകത്ത് എന്താ ചെയ്തത്? ഈ സ്റ്റാർസിൻ്റെ ഇവർ സ്റ്റാറായിട്ട് നിൽക്കുന്നില്ല, മോഹൻലാലും മമ്മൂട്ടി, ഇവരുടെ സ്റ്റാറിന് ഞാൻ അതിനെ മാത്രം യൂസ് ചെയ്ത് ഞാൻ എൻ്റെ വഴിക്കൂടെ യാത്ര ചെയ്ത് ഞാൻ അവരോട് പോയി പറഞ്ഞപ്പോൾ അവരെന്നെ സഹായിക്കാൻ വന്നു. ഇപ്പോൾ മമ്മൂട്ടി ആയിരുന്നു ശരിക്കും. ഞാൻ കേരളത്തിലെ 60 ക്യാമ്പസിൽ പോകുന്നൊരു ഇതുണ്ട്, മലയാളം മൂവി മഹാമേള എന്ന് പറഞ്ഞാൽ 60 ക്യാമ്പസിൽ 2007 അങ്ങനെ 60ാം വർഷത്തിനോടനുബന്ധിച്ച് സ്വാതന്ത്ര്യം കിട്ടിയ 60 ക്യാമ്പസിൽ 60 സിനിമകൾ, മലയാള സിനിമ. ആക്ച്വലി ലീഡ് ചെയ്തത് മമ്മൂട്ടിയായിരുന്നു. അന്ന് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ 2-3 ക്യാമ്പസിൽ മമ്മൂട്ടി വന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് കാലിക്കട്ടും കാക്കനാടുള്ള മറ്റേ കോളേജിലൊക്കെ വന്നിട്ടുണ്ട്, രാജഗിരിയിൽ. അപ്പോൾ അടുത്ത 2 കോളേജും കൂടി ചേർന്നിട്ടുള്ള ക്യാമ്പസിൽ എഞ്ചിനീയറിങ്ങും മറ്റും. അപ്പോൾ ഞാൻ പറയാൻ കാര്യം എന്ന് പറയുന്നത്, ഇതെനിക്ക് സാധ്യമായത് അന്ന് എനിക്ക് കിട്ടിയ അവസരത്തിനെ ഞാൻ ഉപയോഗിക്കുക ചെയ്തേ. എൻ്റെ ഒപ്പം നിൽക്കുന്നവരുണ്ടായിരുന്നവർ, എൻ്റെ സുഹൃത്തുക്കൾ സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുന്നത്. ഞാൻ നിന്നാൽ എന്താ, അവരെന്താ, എനിക്കതിൻ്റെ നേട്ടം മതിയല്ലോ. അവരെന്നെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി. ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് ലാലിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ്. ലാലാണ് എൻ്റെ ചെയർമാൻ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാനുണ്ട്. അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ തന്നെയാണ് ഞാനും പ്രവർത്തിക്കുന്നത്. അത് എനിക്കും എൻ്റെ ആഗ്രഹവും അവരുടെ ആഗ്രഹവും ഒന്നായി. അപ്പോൾ എനിക്കതിന് സമയം ഞാൻ തിരഞ്ഞെടുത്തു. അഭിനയം മാത്രമല്ലല്ലോ, ഞാൻ സിനിമേനെ ഇഷ്ടപ്പെട്ടു വന്നവനാണ്. പിന്നെ ഞാൻ കണ്ട എളുപ്പ വഴിയിലേക്ക് അഭിനയിക്കുന്നതിനകത്തേക്ക് സാധാരണ എല്ലാ ആൾക്കും ഉണ്ടാകുന്ന ആദ്യത്തെ പോലെ കുറച്ച് എക്സ്ട്രാവേർട്ട് ആയതുകൊണ്ട്
എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ എല്ലാവർക്കും കൂടുതൽ ആൾക്കാരും സിനിമ ഇഷ്ടപ്പെടും, സിനിമ കണ്ട് എന്നിട്ട് ആ സിനിമയുടെ ഭാഗമാവണമെന്ന് നമ്മൾ ആലോചിക്കും. അപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അവരെയാണ്. അത് കഴിഞ്ഞ് കുറേയും കൂടി സിനിമേനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ടെക്നീഷ്യനായിട്ട് മാറാനും, അല്ലെങ്കിൽ അതിന് മുമ്പ് തുടക്കകാലത്തിന് നമുക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ടെക്നീഷ്യൻ ഉണ്ടെന്നോ ഒരു ക്യാമറമാൻ ഉണ്ടെന്നോ എഡിറ്റർ ഉണ്ടോന്നോ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല. സിനിമ ഉണ്ടാക്കപ്പെടുന്നു, ആ സിനിമയിൽ നമ്മൾ നായകനാണ്. ഞാൻ ഭയങ്കര MGR ഫാനായിരുന്നു എൻ്റെ സ്കൂൾ കാലത്ത്. അപ്പോൾ MGRൻ്റെ സിനിമകൾ എവിടെയൊക്കെ ഉണ്ടോ അത് കാണുന്നതാണ് എൻ്റെ ജോലി. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞാൽ. ഇപ്പം ഞാൻ തിരിച്ച് നമ്മൾ ഫാമിലി സ്റ്റോറിയിലേക്ക് വരാം. ഞാൻ പറഞ്ഞത് സിനിമ എല്ലാവർക്കും വന്ന് അങ്ങനെ തന്നെയാണ്, അത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ ആക്ടറായിട്ട് വരും. പിന്നെ കുറേ കൂടി നമ്മൾ അതിനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ വേറെ ഒന്നായിട്ട് മാറും. ചില ഡയറക്ഷനിലേക്ക് വേറെ ആക്ടിങ് ആയിരിക്കും ഉള്ളിലിരിക്കണേ, വേറെ വലിയ പല രീതിയിലൂടെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കും. പിന്നെ ആക്ടറായിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ സൗബി അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമ്മൾ ഏജ് ആവുമ്പോഴേ അപ്പോൾ നമ്മുടെ ഉള്ളിലത്തെ ആ ഒരു ക്രേസി സൈഡ് കുറച്ച് ടോൺ ഡൗൺ ചെയ്ത് വെക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് സാർ ഇങ്ങനെ ബുള്ളറ്റിലൊക്കെ സ്റ്റണ്ട് ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റിൽ അങ്ങനെ കിടക്കും, എന്നിട്ട് അപ്പൊ ഓപ്പോസിറ്റ് പോകുന്ന ആൾക്ക് ബൈക്ക് തന്നെ വരാന്നാ ഫീൽ ചെയ്തത്. അടുത്തെത്തുമ്പോ സൗണ്ട് ഉണ്ടാക്കും. ഈ ക്രേസി സൈഡൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഞാൻ ഇതിന് നമ്മൾ ക്രേസിനെസ് എന്നല്ല ഇതിനെ പറയാ, നമ്മൾ ഉണ്ടാക്കുന്ന വന്നിട്ടുള്ള മൂവ്മെന്റുകളാണ്, സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന മൂവ്മെന്റുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു പരിധി വരെ ഞാൻ അത്തരത്തിലുള്ള ഒരു സാധനം ആയിരിക്കില്ല, പക്ഷെ അതിനേക്കാളും ഉപരി അതേ എഫക്റ്റ് വരുന്ന വേറൊരു രീതിയിലായിരിക്കും ഞാൻ പോർട്രേ ചെയ്യുക. ഈ സ്വഭാവം മാറൂല, മനസ്സിലായില്ലേ? അത് തന്നെ ആയിരിക്കില്ല ചെയ്യുക. നമ്മൾ മാറൂല. അതിപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞത് എല്ലാവരിലും മാറും. നിങ്ങളിപ്പോൾ തോന്നിക്കഴിഞ്ഞാൽ എല്ലാ സംഘടനകളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു ഒരു സംരംഭം തുടങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിനകത്തൊരു ക്രേസിനെസ് ഫീൽ ചെയ്യില്ലേ? അത് ഏത് കാലഘട്ടത്തെ ഏത് സമയത്താണ് നിങ്ങൾ ആലോചിക്കണം. ഇപ്പൊ ആണോ? പിന്നെന്താ അതിന് അങ്ങനെ ചിന്തിക്കാൻ പറ്റിയില്ലേ? നിങ്ങൾ ചിന്തിക്കുമോ? ഞാൻ ചിന്തിക്കില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. അത്രേ ഉള്ളൂ. നമ്മൾ എന്താണ് അതിന് ആവശ്യമുണ്ട്. എല്ലാവരും മനസ്സെനിക്കറിയാം എന്താണ്. ഞങ്ങളെല്ലാം നിൽക്കുന്നത് സിനിമയ്ക്ക് വേണ്ടിയാണ്. ഞങ്ങളെല്ലാം നിൽക്കുന്നത് സിനിമയ്ക്കൊപ്പമാണ്. ഞങ്ങളുടേതായ പ്രശ്നങ്ങൾ ഓരോ സംഘടനയ്ക്കായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളെ അവരെല്ലാം സംസാരിക്കും. അതിനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്, എല്ലാ സംഘടനയ്ക്കും ഉണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം അന്യോന്യം വന്നിട്ട് പ്രശ്നക്കാരാണെന്നല്ല, എല്ലാം ഞങ്ങളൊരു ഫാമിലിയാണ്. ഞങ്ങൾക്ക് ഒറ്റ ചിന്തയുള്ളൂ, സിനിമ ഇൻഡസ്ട്രി ഉണ്ടായാലേ ഞങ്ങളുള്ളൂ. ആ ഇൻഡസ്ട്രി ഇവിടെ നിലനിൽക്കണം.